ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെയിനി സ്ട്രീം വേൾഡിന് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായുള്ള ഒരു സൂവിലാണ്. നമ്മുടെ ട്രിവാൻഡ്രം സൂ, നമ്മുടെ സ്വന്തം കേരളത്തിലെ ഏറ്റവും വലിയ സൂവാണ് ട്രിവാൻഡ്രം സൂ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം സൂവിലെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 72 വെറൈറ്റി ഓഫ് സ്പീഷ്യസ് മാമൽസ് അടക്കം നമുക്കിവിടെ ഈ സൂവിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ റിനോവേഷൻ എന്തൊക്കെയോ നടന്ന് ഒരുപാട് പുതിയ കൂട്ടുകാരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പാർക്കിംഗ് വേണ്ടി ഒരു 150 രൂപയുടെ പാസ്സാണ് എടുക്കേണ്ടത് കാറിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഫാമിലി പാസ്സായിട്ട് നമുക്കൊരു 70 രൂപയുടെ ടിക്കറ്റും പിന്നെ ക്യാമറ എൻട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് 50 രൂപയുടെ ഒരു ടിക്കറ്റുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു 55 ഏക്കറിലുള്ള ഏറ്റവും വലിയ കേരളത്തിലെ സൂ ആണ് നമ്മുടെ തിരുവനന്തപുരം സൂ. ഇത് തന്നെയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സൂവും. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 1852 സൂ പണി കഴിപ്പിച്ചത്, അന്നത്തെ മഹാരാജാവിൻ്റെ കാലത്ത്. ഏതായാലും നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് കാട്ടുപോത്തിൻ്റെ ഒരു സെക്ഷനാണ് കാണുന്നത്. ഇവിടെ തന്നെ സിംഹവാലം കുരങ്ങിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ കണ്ടുകൊണ്ട് പോവുകയാണ് കൂടുതൽ സ്പീഷ്യസിലേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ മൃഗശാലയുടെ മാപ്പ്. എവിടേക്കാണ് മൃഗങ്ങളുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ മാപ്പിലുണ്ട്. അതേപോലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട് സർക്കിളൊക്കെ ആയിട്ട് നമ്മൾ ചുറ്റുമ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് കാറുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൃഗശാലയിൽ ബാറ്ററി കാറിൻ്റെ ഉദ്ഘാടനം അത് 2013 വന്നത്. അപ്പോൾ നമുക്ക് അതും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഒരു 300 രൂപയാണ് ബാറ്ററി കാറിൻ്റെ ചാർജ് വരുന്നത്. ഒരു പോത്തിന് ഇത്രയും കിലോയോ? മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാട്ടുപോത്ത്. സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന കാട്ടുപോത്താണ് കേട്ടോ. ഏകദേശം 1500 കിലോഗ്രാം വരെ ഭാരമുള്ള കാട്ടുപോത്ത്. അതാണ് ഇവിടെ ഈ തുളസായ ഇതിൽ വിശാലമായിട്ട് ചുറ്റിക്കറങ്ങുന്നത്. കാട്ടുപോത്തിൻ്റെ മസിൽ ഏതായാലും എനിക്കിഷ്ടമായി. കൊള്ളാം. നല്ല എന്താ പറയുക, നല്ല സ്ട്രോങ് ബോഡി നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, സസ്യബുക്കാണ്, അധികം ഓട്ടമൊന്നുമില്ല, എന്നാലും കൊള്ളാം. അടുത്തായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാം സിംഹവാലം കുരങ്ങിൻ്റെ സെക്ഷൻ. ഓൾറെഡി വംശനാശ ഭീഷണി നേരിടുന്നൊരു മൃഗമാണ്. നമ്മുടെ പാലക്കാട് സൈലന്റ് വാലിയിലൊക്കെ കാണപ്പെടുന്നൊരു ജീവിയാണ് നമ്മുടെ സിംഹവാലം കുരങ്ങൻ. പിന്നെ അതേപോലെ തന്നെ ബംഗാൾ കുരങ്ങുണ്ട്. ഓക്കെ, 30 വർഷം വരെ ജീവിക്കുന്ന കുരങ്ങാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാ സൂവിലും എഴുതി കാണിച്ചിരിക്കുന്നത് പോലെ. കാരണം പണ്ട് ഞങ്ങൾ തൃശ്ശൂർ സൂ പോയപ്പോഴും ഇതുപോലെയായിരുന്നു. അത് എഴുതി കാണിക്കുക എന്താണ് ആ ജീവിയുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെന്നൊക്കെ. അതേപോലെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഭയങ്കരമായിട്ട് മരവും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ജീവികളെയൊക്കെ നമുക്ക് കാണുമ്പോൾ വെയിലൊന്നും കൊള്ളാണ്ട് കാണാൻ പോകാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു എന്താ പറയുക, ഇത്രയും മരങ്ങളുള്ളൊരു സൂ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ നമ്മുടെ വൻതത്ത, കൂമനൊക്കെ നമുക്ക് കൂമൻ്റെ തൊണ്ടിളകിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ സെറ്റപ്പ് ആർക്കറിയാം. കൂമൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. നീനു നിധി വല്ലതും ഉണ്ടായില്? അതേപോലെ നമ്മുടെ ഈ പക്ഷികളുടെ സെക്ഷൻ കഴിഞ്ഞ് താഴത്തേക്ക് വീണ്ടും കഴുകൻ, പരുന്ത്, പ്രാപ്പിടിയൻ, അതേപോലെ നമ്മുടെ മീൻ മുതല, ചീങ്കണ്ണിയല്ല മീൻ മുതല. അപ്പം അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് നമുക്ക് വരുന്നത്. വളരെ ശാന്തനായിട്ട് മീൻ മുതൽ ഇരിപ്പുണ്ട്. വെള്ളവറയൻ, കടൽപ്പരുന്ത്, ബംഗാൾ കഴുകൻ, പിന്നെ നമ്മുടെ പരുന്ത്, ഈ 3 എണ്ണത്തിനെയും ഒരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. മീൻ മുതല തൊട്ടപ്പുറത്തൊരു കൂട്ടിലും. ഓ, കഴുകനൊക്കെ ചിറക് വിരിച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു അന്തസ്സാണ് കേട്ടോ. മീൻ മുതല വളരെ ശാന്തനായ, വളരെ ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെയാണ് വരുന്നത് അല്ലേ. തലയൊക്കെ ഉയർത്തുമ്പോൾ തന്നെ വളരെ സ്ലോ മോഷനിലാണ് ഉയർത്തുന്നത്. വാവളിക്ക് നോക്ക്, പല്ലൊക്കെ നോക്ക്. ആഹാ,
അത് കഴിഞ്ഞുള്ള സ്ഥലത്താണ് നമ്മുടെ കൊക്ക്, അങ്ങനെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ പക്ഷികളുടെ ഒരു ഏരിയ വരുന്നത്. അതായത് കാക്ക, കൊക്ക്, അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ. ഈ തല മുട്ടിക്കുന്ന ഈ പക്ഷിയുടെ പേരെന്താന്ന് പിടികിട്ടുന്നില്ല. അങ്ങനെ മുട്ടിച്ച് മുട്ടിച്ച് അതിൻ്റെ നെറ്റി നോക്ക്, തലപ്പാവൊക്കെ. അത് കഴിഞ്ഞാൽ നമ്മുടെ നീർനായയുടെ സെക്ഷൻ. നീർനായക്കുള്ള ഒരു ഹാബിറ്ററ്റൊക്കെ ഒരുക്കിയിരിക്കുന്നത് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുളിക്കാൻ വേണ്ടി ഒരു കുളം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു 5-10 നീർനായ അതിൽ തന്നെ ഉണ്ട്. നല്ല കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വെയിലത്ത് കാണുമ്പോഴത്തേക്ക് നല്ല സുന്ദരനാണ് ആള്. നോക്കിക്കേ. ഏതായാലും അത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആള് കുഞ്ഞിതാണെങ്കിലും കളിക്കാൻ പാകത്തിനൊക്കെ നല്ല സ്ഥലം കൊടുത്തിട്ടുണ്ട്. അടുത്ത സെക്ഷനാണ് നമ്മുടെ കരടിയുടെ സെക്ഷൻ. ഒരുത്ത മേലേക്ക് കയറി പോകുന്നുണ്ട് അല്ലേ. പന്നിക്കരടി, തേൻകരടി, അല്ലെങ്കിൽ പിന്നെ ഹിമാലയൻ കരടി. ഹിമാലയൻ കരടിയെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മരത്തടി കണ്ടില്ലേ. ഓ, കരടീനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. കൊള്ളാം. നീനു നിന്നാ നന്നായി, കുറച്ചെങ്കിലും അടിപൊളിയായിട്ട് കിട്ടി. കരടിക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന നല്ല ഐസ് കട്ട, നല്ല തണുപ്പിച്ച തണ്ണിമത്തൻ, അതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ വേനൽക്കാലമൊക്കെ ആയത് കാരണം ഇവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വേണമല്ലോ, ബോഡിയിലെ ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും കൊള്ളാം. നല്ല നല്ല അനുയോജ്യമായിട്ടുള്ള ഫുഡുകളാണ് കൊടുക്കുന്നത്. സിംഹത്തിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഗിർവനങ്ങളിൽ കാണപ്പെടുന്ന സിംഹത്തെയാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ആള് നല്ല ഉറക്കത്തിലാണ്. നമ്മൾ എത്ര ഒച്ചപ്പാട് വെച്ചിട്ടൊന്നും ആൾ എണീറ്റിട്ടില്ല. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എമുവിന്റെ സെക്ഷൻ എത്തി. എമു നോക്കിക്കേ, എമു ഇപ്പൊ വേണേലും നമുക്ക് നല്ല പോസൊക്കെ തന്നുകൊണ്ടിരിക്കും ആ ഉണ്ടക്കണ്ണൊക്കെ വെച്ചിട്ട്. തൃശ്ശൂർ സൂ പോയപ്പോഴും അതിൻ്റെ നമ്മൾ ക്യാമറ ചലിപ്പിക്കുമ്പോഴത്തേക്കും ആള് നമ്മുടെ അടുത്തേക്ക് വരും. ഹിപ്പോപ്പൊട്ടാമസിന്റെ സെക്ഷനാണ് അടുത്ത് വരുന്നത്. ഒരാൾ പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ നല്ല കുളിക്കുന്ന തിരക്കിലാണ്. പറഞ്ഞ പോലെ ഏകദേശം 5 ടണ്ണാണ് അതിന്റെ ഭാരം വരുന്നത്. അതായത് ഒരു ആനയ്ക്കും ഒരു ഹിപ്പോപ്പൊട്ടാമസിനും ഒരേ ഭാരം. പക്ഷെ രണ്ടും സൈസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ആനയ്ക്കാണ് കൂടുതൽ തോന്നുന്നത്, പക്ഷെ ഹിപ്പോപ്പൊട്ടാമസിനും അതേ വെയിറ്റ് ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസിന്റെ ഏരിയ കഴിയുമ്പോഴത്തേക്കും അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടാമൃഗത്തിൻ്റെയാണ്, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. നമുക്ക് സൂം ചെയ്തിട്ടാണ് ഇത്രയും കാണുന്നുള്ളത്, കുറച്ച് മൂലയിലേക്കായിട്ടാണ് കിടക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മ്ലാവിൻ്റെ സെക്ഷനാണ്. മ്ലാവ് എന്ന് പറയുന്നത് ഏകദേശം ചെളിയിൽ പൂണ്ടിരിക്കുന്ന വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ വലിയ ചൂടൊന്നും അറിയത്തില്ല. മൊത്തം ചെളിയിലാണ് മ്ലാവ് ഇരിക്കുന്നത്. ഏകദേശം 350 കിലോ ഭാരമുള്ള ഒരു ജീവിയാണത്. തൊട്ടടുത്ത് തന്നെ കലമാനുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ള എമുവിൻ്റെ സെക്ഷൻ ഉണ്ട്. വെള്ള എമു നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പുള്ളിമാൻ്റെയും മാൻ്റെയൊക്കെ ഏരിയ എനിക്കിഷ്ടമായി. ഇവിടെയുണ്ട് ഒരു കാട്ടുപോത്തിനെ വെച്ചിരിക്കുന്നു. പുള്ളിമാൻ നല്ല വൃത്തിയിലൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പച്ച പുല്ലൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ പുള്ളിമാനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതിലെ വെള്ളമാന്, ഞാൻ ആദ്യമായിട്ട് വെള്ളമാനിയൊക്കെ കണ്ടത്. പുള്ളിപ്പുലി കിടക്കുന്നത്, പുള്ളിപ്പുലി അല്ല ചീറ്റപ്പുലി. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇവന്റെ പേരെന്തായിരുന്നു ലിയോ സിനിമയില്? സുബ്രഹ്മണ്യ വെറിവുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര അഗ്രസീവായിട്ടാണ് ആളിരിക്കുന്നത്, എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട്. കഴുതപ്പുലി. ലെബനൻ എന്ന രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് അല്ലേ. മാംസഭോജികൾക്കായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ വെച്ചിട്ടുണ്ട്. അതിലെ മെയിൻ ഹൈലൈറ്റ് ആണ് നമ്മുടെ വെള്ളക്കടുവ. വെള്ളക്കടുവയ്ക്ക് ചൂട് തീരെ താങ്ങാൻ പറ്റാത്ത കാരണം അതിനെ കുളിപ്പിക്കാൻ വേണ്ടി ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഓസൊക്കെ അടിച്ച് അതിനെ നല്ല എന്താ പറയാ നനച്ച് വെക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ആള് നല്ല മുറുമുറു തന്നെയാണ് നടക്കണത്. നല്ല ഗർജനങ്ങളൊക്കെ കാണാം. എന്താ സൈസ് നോക്കിക്കേ.
ഈ ചേട്ടനൊക്കെ എന്തൊരു ധൈര്യത്തിൽ ഇതിൻ്റെ അടുത്തിരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൃഗശാലയിലെ വേനൽക്കാലത്ത് മൃഗപരിചരണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ചാനലിൽ നിന്നും ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് വെള്ള കടുവയുടെ കുളിയെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതേതായാലും നമുക്ക് വന്നത് മുതലായി കേട്ടോ വെള്ളക്കടുവേനെ കണ്ടത്. പോക്ക് സ്കൂൾ സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം ഈ അവധിക്കാലമായത് കാരണേ സ്കൂളിൽ നിന്നൊക്കെ കുറേ വന്നിട്ടുണ്ട്. 2 സ്കൂളിൽ നിന്നൊക്കെ ഉള്ള പിള്ളേർ വന്നിട്ടുണ്ട്. നല്ല നിറച്ചും ആൾക്കാരായിട്ടാണ് ഇപ്പോൾ സൂയിരിക്കുന്നത്. നല്ല ഒരു കുളം പോലെയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുള്ളംപന്നി ഉണ്ട്, പക്ഷെ നമ്മുടെ ചില്ലുകൂട്ടിനകത്ത് ആയത് കാരണം മുള്ളംപന്നിനെ നമുക്ക് അങ്ങോട്ടേക്ക് ക്ലോസപ്പിൽ എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ റിഫ്ലക്ഷൻ അടിക്കുന്നു. ചിത്രശലഭത്തിൻ്റെ ഒരു പാർക്കുണ്ട് അവിടെ സെപ്പറേറ്റ്. ചിത്രശലഭത്തിനൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആണ് ഉരകങ്ങൾ. അപ്പോൾ എല്ലാ മൃഗശാലയിലും കയറി കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ആകർഷണമാണ് ഉരകങ്ങളുടെ സെക്ഷൻ. അപ്പം ഇനി നേരെ ഉരകങ്ങളുടെ സെക്ഷനിലേക്ക് പോട്ടെ. നടന്ന് ഉപ്പാട് ഇളകിപ്പോയി. അത് നവീകരിച്ച പാമ്പും കൂടാണ് കേട്ടോ. അനാക്കോണ്ടയും പെരുമ്പാമ്പും എല്ലാം ഉണ്ട്. ഇത് മൂർഖൻ്റെ സെക്ഷൻ. പിന്നെ കടലാമയുടെ സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പാമ്പുകളുണ്ട്. അണലീനെ ഞാൻ കണ്ടില്ല. ചേരുണ്ട്, മൂർഖനുണ്ട്, മലമ്പാമ്പ്. പിന്നെ തൊട്ടടുത്തൊരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും കണ്ടില്ല നമ്മുടെ അനാക്കോണ്ടയുടെ സെക്ഷനാണ് ഇനി വരുന്നത്. ഗ്രീൻ അനാക്കോണ്ട. ഗ്രീൻ അനാക്കോണ്ട തന്നെ മറ്റേ ആമസോൺ കാടുകളിലൊക്കെ കണ്ടുവരുന്ന അനാക്കോണ്ടയാണല്ലോ. അത് കാരണം അവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ സാഹചര്യം തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഫുൾ ടൈം വെള്ളത്തിൽ. പിന്നെ അത് നമ്മുടെ രാജാവ് കിങ് കോബ്ര എന്തിനെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇര പിടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഏകദേശം ഒരു 5 അടീൻ്റെ അടുത്ത് നീളമുള്ള കിങ് കോബ്രയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഇരുതരം മൂലി, പിന്നെ മണ്ണൂലി പാമ്പ്, പിന്നെ നാഗപ്താൻ പാമ്പ്, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാമ്പുകൾ കൊള്ളാം. ചുണ്ടും അടുത്തോടാ. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം സൂ മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം നമ്മളൊരു 2.5 മണിക്കൂർ എടുത്തിട്ടാണ് കണ്ടത്. നല്ലോണം മൃഗങ്ങളെയൊക്കെ നോക്കി നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വളരെ എന്താ പറയുക കംഫോർട്ടായിട്ട് വന്ന് കാണാൻ പറ്റുന്നൊരു മൃഗശാലയാണിത്. വലിയ തിരക്കോ ബഹളങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉള്ളത് കാരണം നല്ല സ്പ്രെഡായിട്ടിരിക്കുന്നതാണ്. ഒരുപാട് ജീവികളെ നമുക്ക് കാണാനുണ്ട്. ഇപ്പം സിംഹം, മാന്, കരടി, പുലി അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ദൃശ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 150 രൂപയാണ് നമുക്കിവിടെ കാർ പാർക്കിംഗ് വരുന്നത്. പിന്നെ 70 രൂപ ഫാമിലിക്ക് പാസ് വരുന്നു. അഡൽറ്റിനാണെങ്കിൽ 30 രൂപ, ചൈൽഡിനാണെങ്കിൽ 10 രൂപ. പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ടീ സ്നാക്സ് കഴിക്കാനും പിന്നെ കൂളേഴ്സൊക്കെ ഉണ്ട്. കാരണം വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതേപോലെ നടക്കാൻ വിഷമമുള്ളതാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് കാറുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഏതായാലും കൊള്ളായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതേപോലെ എല്ലാവരും ഈ സൂവിൽ വന്നിട്ട് കാണാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.